ഹായ് ഫ്രണ്ട്സ്, HSC ഫിസിക്കൽ സയൻസിലെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന ടോപ്പിക്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു കാറിൻ്റെ പ്രവേഗം 8 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ ത്വരണം എത്രയായിരിക്കും? ഇവിടെ ത്വരണമാണ് കണ്ടുപിടിക്കേണ്ടത്. ത്വരണം കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾക്കറിയാം. ത്വരണം A = V - U/T ആണ്. V അന്ത്യപ്രവേഗവും U ആദ്യപ്രവേഗവുമാണ്. T പ്രവേഗമാറ്റത്തിനെടുത്ത സമയവും ആണ്. നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിനാൽ കാറിൻ്റെ ആദ്യപ്രവേഗം 0-ഉം അന്ത്യപ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രവേഗമാറ്റത്തിനെടുത്ത സമയം T 8 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് ത്വരണം കണ്ടെത്താമല്ലോ. ത്വരണം 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാറിൻ്റെ പ്രവേഗം 15 മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് ആ കാറിനുണ്ടായ സ്ഥാനാന്തരം എത്ര? നമുക്കറിയാം, പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരത്തെ സമയം കൊണ്ട് ഹരിക്കുന്നതാണ്. ഇതിൽ നിന്ന് സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ പ്രവേഗത്തെ സമയം കൊണ്ട് ഗുണിച്ചാൽ മതി. പ്രവേഗം 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്, സമയം 30 സെക്കൻഡുമാണ്. 15നെ 30 കൊണ്ട് ഗുണിച്ചാൽ സ്ഥാനാന്തരം 450 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 30 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ലോറി 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലായി മാറി എങ്കിൽ അതിൻ്റെ ത്വരണം എത്ര എന്നാണ് ചോദ്യം. ത്വരണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കെല്ലാവർക്കും അറിയാം. A = V - U/T ആണ്. V അന്ത്യപ്രവേഗവും U ആദ്യപ്രവേഗവും T പ്രവേഗമാറ്റത്തിനെടുത്ത സമയവുമാണ്. ആദ്യപ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5 സെക്കൻഡ് കൊണ്ട് ലോറി നിശ്ചലാവസ്ഥയിലായി മാറി എന്ന് പറയുന്നു. അതായത് അന്ത്യപ്രവേഗം 0-ആണ്. പ്രവേഗമാറ്റത്തിനെടുത്ത സമയം 5 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ത്വരണം കണ്ടുപിടിക്കാം. ത്വരണം -6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മന്ദീകരണമാണ് സംഭവിക്കുന്നത് എന്നാണ്. അതായത് ത്വരണത്തിൻ്റെ ദിശ വെലോസിറ്റിയുടെ ദിശയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ത്വരണവും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് സ്പീഡ് കണക്കാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കാറ് ആദ്യ 400 മീറ്റർ ദൂരം 8 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലും അടുത്ത 1200 മീറ്റർ ദൂരം 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലും അവസാന 360 മീറ്റർ ദൂരം 12 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലും സഞ്ചരിച്ചു. കാറിൻ്റെ ശരാശരി വേഗം കണക്കാക്കുക. ശരാശരി വേഗം കണക്കാക്കാൻ സഞ്ചരിച്ച ആകെ ദൂരത്തെ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. സഞ്ചരിച്ച ആകെ ദൂരം നമുക്ക് ക്വസ്റ്റ്യന് ഈസി ആയിട്ട് കണ്ടെത്താം. പക്ഷേ സമയം ഇവിടെ തന്നിട്ടില്ല. അതിന് പകരം ഓരോ ദൂരം സഞ്ചരിക്കുമ്പോഴും എടുത്ത വേഗതയാണ് തന്നിട്ടുള്ളത്. ദൂരവും വേഗതയും തന്നാൽ സമയം നമുക്ക് കണ്ടെത്താം. കാറ് 400 മീറ്റർ ദൂരം 8 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 400 മീറ്റർ ദൂരം സഞ്ചരിക്കാനെടുത്ത സമയം കണ്ടെത്താൻ ദൂരത്തെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 400 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം 50 സെക്കൻഡാണ്. ഇതുപോലെ 1200 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം കണ്ടെത്താൻ 1200നെ 10 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം നമുക്ക് 120 സെക്കൻഡ് എന്ന് കിട്ടും. 360 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം കണ്ടെത്താൻ 360നെ 12 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഹരിക്കുക, 30 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ സഞ്ചരിച്ച ആകെ ദൂരം നമുക്ക് കണ്ടെത്താം. ആകെ സമയം കണ്ടെത്താൻ
എല്ലാ സമയവും കൂടി കൂട്ടി ആകെ സമയവും കണ്ടെത്താം. ശരാശരി വേഗം കണ്ടെത്താൻ ആകെ ദൂരത്തെ ആകെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് ഉത്തരം കിട്ടുക 9.8 മീറ്റർ/സെക്കൻഡ് എന്നാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.